അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ കയ്യിലുള്ള പൊട്ടിപ്പോയ മിറർ വെച്ചിട്ട് ഒരു അടിപൊളി ബോട്ടിൽ ആർട്ട് ചെയ്തെടുക്കാൻ പോവാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്ക് ബോട്ടിൽ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കണം. ഇനി വേണ്ടത് കുറച്ച് പൊട്ടിപ്പോയ മിററിൻ്റെ പീസുകളാണ്. അതിനുശേഷം ഞാൻ ഗ്ലൂ ഗണ്ണ് വെച്ചിട്ട് ഈ ഒരു മിററിൻ്റെ പീസ് കുറച്ച് അടുപ്പിച്ച് തന്നെ എല്ലാ പീസും ഒട്ടിക്കാൻ ശ്രദ്ധിക്കുക. അതാണ് കുറച്ചും കൂടെ ഭംഗിയുണ്ടാവുക. ഫെവിക്കോൾ യൂസ് ചെയ്യാം, പക്ഷേങ്കിൽ ഫെവിക്കോൾ യൂസ് ചെയ്താൽ ചിലപ്പം ഈ മിറർ ഉണങ്ങാണ്ട് താഴേക്ക് വീണ് പോകും ചിലപ്പം. അപ്പം ഗ്ലൂ ഗണ്ണ് തന്നെ യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കാം. അപ്പോൾ ഇത് മുഴുവനായിട്ട് ഞാൻ ഇതേപോലെ മിറർ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പം ഇതിൻ്റെ ഉള്ളിൽ കുറച്ച് സിമെൻറ്റ് ഫില്ല് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതേപോലത്തെ വൈറ്റ് സിമെൻറ്റാണ് യൂസ് ചെയ്തത്. ഞാൻ വൈറ്റ് സിമെൻറ്റ് ഒരു പാത്രത്തിൽ വൈറ്റ് സിമെൻറ്റ് എടുത്തിട്ടുണ്ട്. പച്ചവെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതേപോലെ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അധികം ലൂസ് ആവാതെയും അധികം ടൈറ്റ് ആവാത്ത രീതിയിൽ കറക്റ്റ് രീതിയിൽ ഇത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം ഞാൻ ഇതേപോലത്തെ ഒരു കവർ യൂസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് സാധാരണ നമ്മുടെ അടുത്തുള്ള ഏത് കവറായാലും യൂസ് ചെയ്യുക. അപ്പം ഞാനിവിടെ ഇങ്ങനത്തെ ഒരു കവറാണ് യൂസ് ചെയ്തത്. അപ്പോൾ അതിലേക്ക് ഞാൻ കലക്കി വെച്ച സിമെൻറ്റ് ഇതേപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് കെട്ടിയെടുക്കുന്നുണ്ട്. ഞാൻ നേരത്തെ ചെയ്ത് വെച്ച ഈ ബോട്ടിലേക്ക് ഈ ഒരു സിമെൻറ്റ് നന്നായിട്ട് ഫില്ല് ചെയ്യാൻ പോവാണ്. അതിനാദ്യം തന്നെ ഞാൻ ഈ കവറിൻ്റെ തെമ്പ് ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ചെറിയ രീതിയിൽ കട്ട് ചെയ്താൽ മതി. ഈ മിററിൻ്റെ സൈഡിലേക്കൊക്കെ നന്നായിട്ട് സിമെൻറ്റ് പോകുന്ന രീതിയിൽ ചെറിയൊരു ഹോൾ ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് നമ്മൾ ഈ മിററൊക്കെ ഒട്ടിച്ച് സൈഡിൽ കൂടെ ഇതേപോലെ നന്നായിട്ട് സിമെൻറ്റ് ആക്കി കൊടുക്കുക. പെട്ടെന്ന് ആക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. ഈ സിമെൻറ്റ് ഒന്ന് ഡ്രൈ ആവുന്നതിന് മുമ്പ് തന്നെ ഇത് ഫില്ല് ചെയ്യാൻ ശ്രദ്ധിക്കാം. അതിനുശേഷം ഞാൻ ഇതേപോലത്തെ ഒരു ബ്രഷ് യൂസ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് എല്ലായിടത്തും ഈ ഒരു സിമെൻറ്റ് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് ബ്രഷ് കൊണ്ടൊന്ന് പെയിൻറ്റ് അടിക്കുന്ന പോലെ ഒന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഈ ഒരു സിമെൻറ്റ് ഡ്രൈ ആവുന്നതിൻ്റെ മുമ്പ് തന്നെ നമ്മളൊരു തുണി വെച്ചിട്ട് നന്നായിട്ട് ഈ ഗ്ലാസിൻ്റെ മേലെയുള്ള സിമെൻറ്റ് ഭാഗങ്ങളൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്യുക. ഉണങ്ങുന്നതിന് മുമ്പ് തന്നെ ഇങ്ങനെ ക്ലീൻ ചെയ്യാൻ ശ്രദ്ധിക്കുക കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ സിമെൻറ്റ് മിററിന് പോവില്ല. ആക്കിയിട്ടുണ്ട്. അതിനുശേഷം ഞാൻ നനഞ്ഞ തുണി വെച്ചിട്ട് മിറർ ഒന്നും കൂടെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള പൊട്ടിയ മിറർ കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ബോട്ടിൽ ആർട്ടാണ്. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആ സബ്സ്ക്രൈബ് ബട്ടണിന് തൊട്ടടുത്തായിട്ടൊരു ബെല്ലിൻ്റെ ചിത്രം കാണാം. അതിൽ ഓളും കൂടെ പ്രസ് ചെയ്താൽ എൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടിക്കോളും. പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ.